ശ്രീമദ് ഭാഗവതം സ്കന്ധം 3 അധ്യായം 4 വേഴ്സ് നമ്പർ 13. തത്സർവം നഃ സമാചക്ഷ്വ തത്സർവം നഃ സമാചക്ഷ്വ ദൃഷ്ടോ യദിഹ കിഞ്ചന ദൃഷ്ടോ യദിഹ കിഞ്ചന മന്യേ ത്വാം വിഷയേ വാചാ മന്യേ ത്വാം വിഷയേ വാചാ സ്നാതം മന്യത്ര ഛാന്ദസാ സ്നാതം മന്യത്ര ഛാന്ദസാ ഹരേ കൃഷ്ണ. തത്സർവം നഃ സമാചക്ഷ്വ ദൃഷ്ടോ യദിഹ കിഞ്ചന 1-4-13 സ്നാതം മന്യത്ര ഛന്ദസാ തത്സർവം നഃ സമാചക്ഷ്വ പൃഷ്ടോ യദിഹ കിഞ്ചന മന്യേ ത്വാം വിഷയേ വാചാ സ്നാതം മന്യത്ര ഛാന്ദസാ തത്സർവം ന സമാചക്ഷ്വ തത്സർവം ന സമാചക്ഷ്വ പൃഷ്ടോ യദിഹ കിഞ്ചന മന്യേ ത്വാം വിഷയേ വാചാ സ്നാതം മന്യത്ര ഛാന്ദസാ. മലയാളത്തിൽ വരാതെങ്കിൽ വായിക്കാം, ഞാൻ ഇംഗ്ലീഷിലല്ല, കുഴപ്പമില്ല, ഇംഗ്ലീഷിൽ വായിക്കട്ടെ. അറിയില്ല. തത്സർവം നഃ സമാചക്ഷ്വ സർവം നഃ പൃഷ്ടോ യദിഹ കിഞ്ചന മന്യേ ത്വാം വിഷയേ വാചാ മന്യേ ത്വാം വിഷയേ വാചാ സ്നാതം മന്യത്ര ഛാന്ദസാ സ്നാത്മന്യത്ര ഛാന്ദസാ മന്യത്ര ഛാന്ദസാ. ചില വേദഭാഗങ്ങൾ ഒഴികെ സർവ വിഷയങ്ങളുടെയും പൊരുളിൽ താങ്കൾ വിദഗ്ധനാണെന്ന് ഞങ്ങൾക്ക് അറിവുള്ളതാണ്. ആകയാൽ ഞങ്ങൾ ഇപ്പോൾ ആരാഞ്ഞ സകല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ സുവ്യക്തമായി വിശദീകരിക്കാൻ താങ്കളാൽ സാധ്യമാണ്. വിവർത്തനം എല്ലാവരും ഏറ്റുപറയുക. ചില വേദഭാഗങ്ങൾ ഒഴികെ സർവ വിഷയങ്ങളുടെയും പൊരുളിൽ
താങ്കൾ വിദഗ്ധനാണെന്ന് ഞങ്ങൾക്ക് അറിവുള്ളതാണ്. ആകയാൽ ഞങ്ങൾ ഇപ്പോൾ ആരാഞ്ഞ സകല ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ സുവ്യക്തമായി വിശദീകരിക്കാൻ താങ്കളാൽ സാധ്യമാണ്. വേദങ്ങളും പുരാണങ്ങളും തമ്മിലുള്ള വ്യത്യാസം ബ്രാഹ്മണരും പരിവ്രജകന്മാരും തമ്മിലുള്ളതിന് സമാനമാണ്. വേദങ്ങളിൽ പ്രതിപാദിക്കുന്ന ചില സത്കർമ്മയജ്ഞങ്ങൾ നിർവഹിക്കേണ്ടവർ ബ്രാഹ്മണരാണ്. എന്നാൽ ഏവർക്കും അതീന്ദ്രിയ ജ്ഞാനം പ്രസരിപ്പിക്കുകയാണ് പരിവ്രജകന്മാർ അഥവാ പണ്ഡിത പ്രസംഗികരുടെ ലക്ഷ്യം. വേദമന്ത്ര ഉച്ചാരണത്തിൽ ബ്രാഹ്മണരുടെ എത്രത്തോളം വിദഗ്ധരല്ല എപ്പോഴും പരിവ്രജകാചാര്യന്മാർ. അതേസമയം വേദ ആചാര അധികാരികളായ ബ്രാഹ്മണർ അണുവിട വ്യത്യാസമില്ലാതെ സ്വരാഘാതം സാമ്പ്രദായികമായി പരിശീലിക്കുന്നു. എങ്കിലും സദാ ചുറ്റി സഞ്ചരിക്കുന്ന പ്രഭാഷകരെക്കാളും അധികം പ്രാമുഖ്യം ബ്രാഹ്മണർക്ക് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. ഒരേ ലക്ഷ്യത്തെ വ്യത്യസ്തമായ രീതിയിൽ ദ്യോതിപ്പിക്കുന്നവരാകയാൽ അവർ ഒരേ സമയം ഏകരും വിഭിന്നരുമാണ്. പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും എന്താണോ വിശദമാക്കിയിരിക്കുന്നത് അവയും വേദമന്ത്രങ്ങൾ തമ്മിലും യാതൊരു വ്യത്യാസവുമില്ല. സാമവേദം, അഥർവവേദം, ഋഗ്വേദം, യജുർവേദം, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, ഉപനിഷത്തുകൾ തുടങ്ങിയ സർവവേദങ്ങളും പരമപുരുഷന്റെ ശ്വാസോച്ഛ്വാസത്തിൽ നിന്നും നിർഗമിച്ചവയാണ് എന്നാണ് മാദ്യന്തിന ശ്രുതിയിൽ പ്രസ്താവിച്ചിരിക്കുന്നതായി ശ്രീമദ് ജീവ ഗോസ്വാമി അഭിപ്രായപ്പെടുന്നു. വേദമന്ത്രങ്ങളിൽ അധികവും പ്രണവ ഓംകാരത്തിൽ ആരംഭിക്കുന്നുവെന്ന ഏക വ്യത്യാസമാണുള്ളത്. മാത്രവുമല്ല വേദമന്ത്രങ്ങളുടെ ഛന്ദോബദ്ധമായ ഉച്ചാരണത്തിന് പരിശീലനം ആവശ്യമായി തീരുന്നു. എന്നാൽ ഇവയൊക്കെ ശ്രീമദ് ഭാഗവതം വേദമന്ത്രങ്ങളെക്കാളും പ്രാമുഖ്യം കുറഞ്ഞതാണ് എന്ന് അർത്ഥമാക്കുന്നില്ല. പൂർവമായി പ്രസ്താവിച്ചതുപോലെ സർവ വേദങ്ങളുടെയും പരിപക്വമായ ഫലമാണ് ശ്രീമദ് ഭാഗവതം എന്ന പ്രതിലോമമായി ഉദ്ഘോഷിക്കുന്നു. മുമ്പേ തന്നെ ആത്മസാക്ഷാത്കാരം സിദ്ധിച്ച വ്യക്തിയായിരുന്നിട്ടും പരമോത്കൃഷ്ടനും പരിപൂർണ മുക്താത്മാവുമായ ശ്രീ ശുകദേവ ഗോസ്വാമി ഭാഗവത അധ്യയനങ്ങളിൽ നിമഗ്നനായിരുന്നു. ശ്രീ ശുകദേവ ഗോസ്വാമിയുടെ കാലടികളെ പിന്തുടരുകയാൽ ശ്രീ സൂത ഗോസ്വാമി ശബ്ദോബദ്ധമായ വേദമന്ത്ര ഉച്ചാരണത്തിൽ വിദഗ്ധനല്ല എന്ന ഏക കാരണത്താൽ അദ്ദേഹത്തിന്റെ പദവിയെ ലവലേശവും പ്രാമുഖ്യം കുറഞ്ഞതായി കരുതരുത്. ശബ്ദോബദ്ധമായ ഉച്ചാരണം യഥാർത്ഥ സാക്ഷാത്കാരത്തെക്കാളധികം പരിശീലനത്തെയാണ് അടിസ്ഥാനമാക്കുന്നത്. തത്ത പറയുന്നത് പോലെയുള്ള ഉരുവിടലിനേക്കാൾ അതിരേകമായ പ്രാധാന്യം സാക്ഷാത്കാരത്തിനാണ്. ഹരേ കൃഷ്ണ. नमो विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सरस्वती देवी गौरवाणी प्रचारिणी निर्विशेष शून्यवादी पाश्चात्य देशधारिणी जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधरा श्रीवासादि गौरभक्तवृंदा हरे कृष्णा 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 हरे 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 राम 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 हरे हरे. श्री चैतन्य ईश्वर हरि ओम तत्सत.
ഹരേ കൃഷ്ണ. അപ്പോൾ സൂത ഗോസ്വാമിയോട് ശൗനക ഋഷിമാർ ചില ചോദ്യങ്ങൾ ചോദിച്ച് അതിൻ്റെ അവസാന വരിയാണിത്. അപ്പോൾ അവരിതുവരെ ചോദിച്ച ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? എന്തിനെ കുറിച്ചാണ്? കേൾക്കുന്നില്ല പ്രഭു? കേൾക്കുന്നില്ല? കുറച്ച് കുറവാണ്. ഹരേ കൃഷ്ണ. കുഴപ്പമില്ല. ഓക്കെ. അപ്പോൾ ഇതുവരെ ശൗനക ഋഷിമാർ എന്തായിരുന്നു സൂത ഗോസ്വാമിയോട് ചോദിച്ച ചോദ്യങ്ങൾ? അല്ല, ഇതിപ്പോ ഇപ്പൊ ആദ്യത്തെ ചോദിച്ച ചോദ്യങ്ങൾ കഴിഞ്ഞു. ഇത് ഇപ്പൊ ചോദിക്കുന്ന എന്താണ്? ഈ അധ്യായത്തിൽ ഇപ്പൊ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ. ഓക്കെ. അപ്പൊ അതായത് ആദ്യം ശ്രീമദ് ഭാഗവതം രചിച്ച വ്യക്തിയെ കുറിച്ച്. ആരാണത്? വ്യാസ മഹർഷിനെ കുറിച്ച്. ഓക്കെ, അങ്ങനെ ഓർത്താൽ മതി. ആദ്യം ചോദിച്ചത് വ്യാസ മഹർഷിനെ കുറിച്ച്. രണ്ടാമത് ഈ ശ്രീമദ് ഭാഗവതം ആരാണ് റിസൈറ്റ് ചെയ്തത്? സുഖദേവ് ഗോസ്വാമി. അപ്പൊ രണ്ടാമത് അവർ ചോദിച്ചത് സുഖദേവ് ഗോസ്വാമിനെ കുറിച്ചാണ്. ഇത് കേട്ടത് ആരാണ്? പരീക്ഷിത് മഹാരാജാവ്. അപ്പൊ അവർ മൂന്നാമത് ചോദിച്ചത് പരീക്ഷിത് മഹാരാജാവിനെ കുറിച്ച്. അപ്പൊ വ്യാസ മഹർഷിനെ കുറിച്ച് ചോദിക്കുമ്പോൾ അവർ ചോദിച്ചത് വ്യാസ മഹർഷി എന്തുകൊണ്ട് കാരണമാണ് ഈ ഗ്രന്ഥം എഴുതാനുള്ള കാരണം, എപ്പോഴാണ് ഇത് രചിച്ചത്, എന്താണ് അതിൻ്റെ കാരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അഫ്കോഴ്സ് അവര് നമ്മൾ ശ്രീമദ് ഭാഗവതത്തിൽ എപ്പോഴും കാണാം, ഏതൊരു ഭക്തൻ എന്തിനെ കുറിച്ച് സംസാരിക്കുന്ന മുമ്പിൽ അവരാദ്യം എന്ത് ചെയ്യും? ഗ്ലോറിഫൈ ചെയ്യും, സ്തുതിക്കും. അവരെ സ്തുതിച്ചിട്ട് എന്തും പറയുള്ളൂ. അപ്പൊ എന്ന് പറയുന്നത് വ്യാസമഹർഷിനെ സ്തുതിച്ചിട്ട് പിന്നെ ചോദിച്ചു എന്താണെന്ന് പറഞ്ഞിട്ട്. അതേമാതിരി സുഖദേവ് ഗോസ്വാമിനെയും സ്തുതിച്ചിട്ട് ചോദിച്ചു എന്താണ് അദ്ദേഹം ഹസ്തിനാപുരത്തിൽ എത്തിയപ്പോൾ എങ്ങനെയാണ് അദ്ദേഹത്തിനെ സ്വീകരിച്ചത് എന്ന് പറഞ്ഞിട്ട് അവിടെ. പിന്നെ അതേമാതിരി എങ്ങനെയാണ് അദ്ദേഹത്തിന് പരീക്ഷിത് മഹാരാജാവ് അദ്ദേഹത്തിനെ കാണാൻ എങ്ങനെ ഇടയുണ്ടായി എന്നും കൂടി അവർക്കറിയണം. പിന്നെ പരീക്ഷിത് മഹാരാജാവിനെ കുറിച്ചാണെങ്കിൽ അദ്ദേഹം ഇത്രയും വലിയൊരു രാജാവായിരുന്നു അല്ലെ. എന്തുകൊണ്ട്? കാരണം അദ്ദേഹം എല്ലാം ഉപേക്ഷിച്ച് മരണത്തിനെ എന്താ പറയുക കാത്തിരുന്ന, അല്ലെങ്കിൽ മരണത്തിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഗംഗാ തീരത്ത് വന്ന് ഇരിക്കേണ്ട കാര്യം എന്തായിരുന്നു എന്ന് പറഞ്ഞിട്ട്. പിന്നെ അദ്ദേഹത്തിനെ സ്തുതിക്കുമ്പോൾ പറയുന്നത് എന്താണ്? എല്ലാ രാജാക്കന്മാരും സകലതും അദ്ദേഹത്തിന്റെ കാൽപാദങ്ങളിൽ വന്ന് എല്ലാം അർപ്പിച്ച് അവര് ശരണാഗതി പ്രാപിക്കുകയായിരുന്നു. ആരുടെ അടുത്ത്? പരീക്ഷിത് മഹാരാജാവിന്റെ അടുത്ത്. അതുപോലെ ഒരു വ്യക്തി എന്തുകൊണ്ട് കാരണം ഇങ്ങനെ മരിക്കാൻ വേണ്ടി തയ്യാറായി ഈ ഗംഗാ തീരത്ത് വന്ന് ഇരിക്കണം. സാധാരണ അതിലവർ പറയുന്നത് ഒരു വ്യക്തിക്ക് സാധാരണ നമുക്കിരിക്കുന്ന ഒരു ആസ്തിയും അല്ലെങ്കിൽ എന്താ പറയുക സുഖ സൗകര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ഉപേക്ഷിച്ച് പോകാൻ പറ്റില്ല. എന്നാൽ പരീക്ഷിത് മഹാരാജാവാണെങ്കിൽ ലോകം മൊത്തം ഭരിക്കുന്ന ഒരു രാജാവാണ്. അപ്പൊ എത്രത്തോളം അദ്ദേഹത്തിനകത്തിരിക്കുന്ന എന്താ പറയുക ആ ഐശ്വര്യങ്ങളും ഇതും എല്ലാം ഉണ്ടായിട്ടും പോലും അദ്ദേഹം അതെല്ലാം എങ്ങനെ ഉപേക്ഷിക്കാൻ സാധിച്ചു? എങ്ങനെ അതെല്ലാം ഉപേക്ഷിച്ചു? എങ്ങനെ വന്ന് അവിടെ ഇരുന്നു? ഗംഗാ തീരത്ത് വന്ന് എങ്ങനെ ഇരുന്നു എന്ന് ചോദിച്ചു. അതിലും കഴിഞ്ഞിട്ട് അവർ ചോദിച്ച ചോദ്യം, പരീക്ഷിത് മഹാരാജാവാണെങ്കിൽ എല്ലാവരും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി, എല്ലാവരും നന്മയ്ക്ക് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി തൻ്റെ ശരീരം എന്തിനു വേണ്ടി ഉപയോഗിക്കുകയായിരുന്നു? മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെ തൻ്റെ ശരീരം ത്യാഗം ചെയ്യാൻ തയ്യാറായി? അദ്ദേഹം ആ ശരീരം എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുകയായിരുന്നു? മറ്റുള്ളവർക്ക് വേണ്ടി. അദ്ദേഹമാണെങ്കിൽ യാതൊരു എന്താ പറയുക
ഈ പാസാബന്ധമോ അല്ലെങ്കിൽ അറ്റാച്ച്മെന്റോ ഒന്നും തന്നെ പരീക്ഷിത് മഹാരാജാവിൽ ഇല്ല. അങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തി എന്തിന് തൻ്റെ ശരീരം പരിത്യാഗം ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ അവിടെ വന്ന് ഇരിക്കുന്നുവെന്ന് ആര് ചോദിക്കുന്നു? ശൗനക ഋഷിമാര് സൂത ഗോസ്വാമിയോട് ചോദിക്കുകയാണ്. അപ്പൊ ഇത്രയും ചോദ്യങ്ങൾ ചോദിച്ച ശേഷം സൂത ഗോസ്വാമിയോട് ഉത്തരം പറയാൻ വേണ്ടി അവര് അപേക്ഷിക്കുകയാണ്. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം, അപേക്ഷിക്കുമ്പോൾ വീണ്ടും എന്ത് ചെയ്യുന്നു? സുഖദേവ് ഗോസ്വാമിനെ സ്തുതിക്കുക അല്ലെ. സുഖദേവ് ഗോസ്വാമിയുടെ സ്ഥാനം എന്താണെന്ന് പറഞ്ഞിട്ട്, എന്താണ് അദ്ദേഹത്തിന്റെ ആ ഒരു പൊസിഷൻ എന്താണെന്നുള്ളതും കൂടി സ്തുതിച്ചിട്ടാണ് സുഖദേവ് ഗോസ്വാമിയോട് പറയുന്നത്, നിങ്ങൾ ആ ഉത്തരങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞിട്ട് അല്ലെ. അപ്പോ അവര് സുഖദേവ് ഗോസ്വാമിനെ സ്തുതിക്കുന്നത് ഇതിൽ വളരെ പ്രത്യേകമായിട്ട് ഒരു രീതിയിലാണ്. എന്താണ്? അദ്ദേഹത്തിന് വേദത്തിന്റെ ചില ഭാഗങ്ങൾ അത്രയ്ക്കും ഒരു എന്താ പറയണേ കണക്ഷനോ അല്ലെങ്കിൽ ആ ഒരു ജ്ഞാനമോ അല്ലെങ്കിൽ ആ ഒരു കഴിവോ ഇല്ലാത്ത ഒരു രീതിയിൽ മാറിയാണ്. പക്ഷേ അദ്ദേഹത്തിന് ബാക്കി എല്ലാ ഉത്തരങ്ങളും വളരെ നന്നായിട്ട് നമുക്ക് ഉപദേശിച്ച് തരാൻ പറ്റും എന്നുള്ളൊരു ഇതിലാണ് അവര് ആര് സൂത ഗോസ്വാമിയോട് ചോദിക്കുന്നത്. അപ്പോ ശീല പ്രഭുപാദ ഇവിടെ കമ്പയർ ചെയ്യുന്നത് ആരെയും ഒരു ബ്രാഹ്മണനും ഒരു പരിവൃത്താചാര്യനും. ആ കമ്പാരിഷൻ ചെയ്യുമ്പോൾ എന്ത് പറഞ്ഞിട്ടാ പറഞ്ഞ? വേദങ്ങളും പുരാണങ്ങളിലും തമ്മിലുള്ള വ്യത്യാസം പോലെയാണ് ഒരു ബ്രാഹ്മണനും ഒരു പരിവൃത്താചാര്യക്കുമുള്ള വ്യത്യാസം എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. അതിൽ ശീല പ്രഭുപാദ എന്താണ് നമുക്ക് അവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചു തരാൻ ശ്രമിക്കുന്നത്? ഒരു ബ്രാഹ്മണൻ എന്നുള്ളതിനെ കാട്ടിലും ഒരു വ്യക്തി എന്താവണം? പരിവൃത്താചാര്യ ആവണം എന്ന് പറഞ്ഞിട്ട്, ദാറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട് ശീല പ്രഭുപാദ. എന്തുകൊണ്ടായിരുന്നു? എന്തിനും ഒരു പരിവൃത്താചാര്യന് ഇത്രയും ഹൈ പൊസിഷൻ കൊടുക്കുന്നത് എന്തിനാണ്? ഓക്കെ, കറക്റ്റ്. സോ ഇത് നമ്മള് ഒന്നാമത് നമ്മൾ നോക്കുകയാണെങ്കിൽ ശൗനക ഋഷിമാര് ഈ ആദ്യത്തെ അധ്യായത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മംഗളാചരണം കഴിഞ്ഞ ഉടനെ എന്താണ് അവിടെ പറയുന്നത്? ശൗനക ഋഷിമാർ എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ നൈമിഷാരണ്യത്തിൽ എത്തിയത്? യാഗം ചെയ്യാൻ വേണ്ടി, യജ്ഞം ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ലോകക്ഷേമത്തിന് വേണ്ടിയിട്ട് അല്ലെ. ആ ഉദ്ദേശത്തോടു കൂടിയാണ് അവര് 1000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു യജ്ഞം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അല്ലെ. പക്ഷേ ആ വേദിയിൽ ആര് കടന്നു വന്നു? സൂത ഗോസ്വാമി കടന്നു വന്നു അല്ലെ. ബട്ട് അവരെന്ത് ചെയ്തു? ഉടനെ അദ്ദേഹത്തിന് വ്യാസത്തിനിരുത്തി ശ്രീമദ് ഭാഗവതം അവർക്ക് കേൾക്കണം എന്ന് പറഞ്ഞ് അതിൽ അവര് ഇമ്പോർട്ടൻസ് കൊടുത്ത് അവരവിടെ സന്നിഹിതരായി അല്ലെ. അപ്പൊ നമ്മൾ ഒരു ഇത് നോക്കിക്കഴിഞ്ഞാൽ ആ ബ്രാഹ്മണരും സൂത ഗോസ്വാമി ആരായിരുന്നു? പരിവൃത്താചാര്യായിരുന്നു അല്ലെ. സോ ആ ഇത് തന്നെ നമുക്കറിയാം എന്തിനാണ് മുൻതൂക്കം? ഒരു പരിവൃത്താചാര്യനാണ് മുൻതൂക്കം അല്ലെ. പിന്നെ നമ്മളിനി ചാതുർവർണ്ണത്തിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏതാണ്? 4 വർണ്ണവും 4 ആശ്രമവും. ഇതിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത് ഏതാണ്? എല്ലാം കൊണ്ടും ചാതുർവർണ്ണത്തിൽ എല്ലാം കൊണ്ടും
ഉയർന്നു നിൽക്കുന്നത് ആരാണ്? അല്ല, ക്ഷത്രിയനാണ്. സന്യാസി ഈസ് ദി ഹയസ്റ്റ് പൊസിഷൻ. ശീല പ്രഭുപാദ പല സ്ഥലത്തും ഭാഗവതത്തിൽ പറയുന്നുണ്ട്, സന്യാസി ഈസ് ദ ടോപ്പ് മോസ്റ്റ് ഇൻ വർണ്ണാശ്രമ ധർമ്മ. റൈറ്റ്, എബോവ് ബ്രാഹ്മണൻ ഓൾസോ സന്യാസി സ്റ്റാൻഡ്സ് ഹയർ പൊസിഷൻ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വേണം ഒരു വർണ്ണാശ്രമ ധർമ്മം അല്ലെങ്കിൽ ബാക്കിയുള്ള വർണ്ണങ്ങളും ആശ്രമങ്ങളും പെർഫോം ചെയ്യേണ്ടത് ഒരു സന്യാസിയുടെ നിർദ്ദേശം കൊണ്ടായിരിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ സന്യാസത്തിൽ തന്നെ 4 സ്റ്റേജ് ഉണ്ട് അല്ലെ? എന്തൊക്കെയാണ്? കുട്ടിച്ചാക്ക, ബഹുദാക്ക, പിന്നെയാണ് പരിവ്രാജാചാര്യ, അത് കഴിഞ്ഞാൽ പരമഹംസ അല്ലെ? അപ്പോ ഇതിൽ തന്നെ നമുക്കറിയാം എന്താണ്, സന്യാസിയിലും ആ ഒരു പൊസിഷനിൽ ഹയസ്റ്റ് വരുന്നത് പരമഹംസയാണ്. ബട്ട് നെവർദലെസ് വിൽ അണ്ടർസ്റ്റാൻഡ് എന്താണ് പരിവ്രാജാചാര്യയും എന്താണ് പരമഹംസ എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? സന്യാസം എന്നുള്ളൊരു പൊസിഷൻ ചാതുർവർണ്ണത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം. ഇപ്പൊ ആശ്രമം അല്ല, വർണ്ണം എന്ന് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്? അവരവരുടെ ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ് വർണ്ണം തീരുമാനിക്കുന്നത്. പക്ഷെ ആശ്രമമോ, നമ്മള് we have to go through that ashramam അല്ലെ? അറ്റ്ലീസ്റ്റ് ബൈ ബർത്ത് അല്ലെങ്കിൽ ബൈ നാച്ചുറലി എല്ലാവരും ബ്രഹ്മചാരീസ് ആയിരിക്കും, റൈറ്റ്? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ either you can go to ഗൃഹസ്ഥ or continue as a brahmachari, but that doesn't mean ഗൃഹസ്ഥയിൽ പോയവര് should continue in ഗൃഹസ്ഥ. no, അതൊരു ബൈപ്പാസ് മാറിയാണ്. ആ ഗൃഹസ്ഥ കഴിഞ്ഞു കഴിഞ്ഞാൽ വൺ ഹാസ് ടു കം ബാക്ക് ഏതിലോട്ട്? വാനപ്രസ്ഥം, സന്യാസം എന്നുള്ള സ്റ്റേജ് പോകണം, റൈറ്റ്? അപ്പോൾ നമ്മൾ എന്താ പറയുക, ഒരു പ്രായപൂർത്തിയാവുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ലെറ്റ്സ് സേ ഒരു 10-30 വയസ്സാവുന്നു ചെറുക്കന്, അപ്പൊ എന്ത് പറയും വീട്ടുകാര്? കല്യാണം കഴിക്കാനുള്ള പ്രായമായി, എപ്പോഴാണ് കല്യാണം കഴിക്കേണ്ടതെന്നുണ്ട് അല്ലേ? ശീല പ്രഭുപാദ പല സ്ഥലത്തും കോട്ട് ചെയ്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് ഏജ് ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി വരച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും he has told many times that one has to take വാനപ്രസ്ഥ. കർമ്മ സന്യാസി ആവണം എന്നില്ല, ബിക്കോസ് ആ സ്റ്റേജ് പ്രകാരം വാനപ്രസ്ഥം കഴിഞ്ഞു കഴിഞ്ഞാൽ സന്യാസമാണ്. ബട്ട് ഫോർ ഷുവർ വാനപ്രസ്ഥം എടുത്തിരിക്കണം എന്ന് ശീല പ്രഭുപാദ പല സ്ഥലത്തും കോട്ട് ചെയ്തിട്ടുണ്ട്. വിൽ കം, ബിക്കോസ് ഈ ഒരു ശ്ലോകത്തിൽ നമ്മൾ കാണുന്ന പരിവ്രാജാചാര്യനെ കുറിച്ചാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ മാതിരി ഒരു 10-25 വയസ്സിൽ കല്യാണം കഴിക്കേണ്ട കുട്ടി അല്ലെങ്കിൽ ഒരു മകൻ അല്ലെങ്കിൽ ഈവൻ ബ്രഹ്മചാരിണി ആയിരിക്കും 30-35 വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയും ലേറ്റ് ആവുന്നു വെച്ച് താമസിപ്പിക്കലേ എന്ന് പറഞ്ഞിട്ട്. എന്നാൽ 60 കഴിഞ്ഞു, 65 കഴിഞ്ഞു. ശീല പ്രഭുപാദ പറഞ്ഞത് 50 വയസ്സിൽ വൺ ഷുഡ് ടേക്ക് വാനപ്രസ്ഥം. 60 ഒക്കെ അപ്പർ ലിമിറ്റാണ്. വേർ ഈസ് ദ ക്വസ്റ്റ്യൻ? എവിടെ നമ്മൾ ചോദിക്കുന്നു എപ്പോഴാ വാനപ്രസ്ഥം എടുക്കാൻ പോകുന്നെന്ന് പറഞ്ഞിട്ട്, റൈറ്റ്? അപ്പോ സ്റ്റേജ് പ്രകാരം നോക്കുകയാണെങ്കിൽ ശീല പ്രഭുപാദ ഭാഗവതത്തിൽ പല സ്ഥലത്ത് കോട്ട് ചെയ്തിട്ടുണ്ട്. കുട്ടിച്ചാക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്യാസത്തിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് പ്രാക്ടീസ് ഇല്ല. എന്താണ്, ഫാമിലിയൊക്കെ വിട്ടു നിൽക്കണം. ഏത് വാനപ്രസ്ഥം ആ സ്റ്റേജിൽ വരുമ്പോൾ, ബിക്കോസ് അത് കഴിഞ്ഞാൽ സ്പിരിച്വലൈസിന് വേണ്ടിയിട്ടാണ്. നേരത്തെ പറഞ്ഞ മാതിരി ഒരു ഡീവിയേഷന് ഗൃഹസ്ഥ ആശ്രമം സ്വീകരിച്ചു, റൈറ്റ്? അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പിരിച്വലി ഒരു വ്യക്തി അഡ്വാൻസ് ആവണം എന്നുണ്ടെങ്കിൽ വാനപ്രസ്ഥവും
സന്യാസം സ്വീകരിക്കണം. ഓക്കെ, സന്യാസം വിൽസി എന്താണ് ഇവിടെ ശീല പ്രഭുപാദ പിന്നെ എങ്ങനെയാണ് കോട്ട് ചെയ്തിരിക്കുന്നത് പറഞ്ഞിട്ട്. അപ്പോ കുട്ടിച്ചാക്ക എന്ന് പറയുന്നത് എന്താണ്? അദ്ദേഹം വീട്ടിൽ നിന്ന് മാറി നിൽക്കണം, നിന്നിട്ട് ആഹാരം മുന്നേ മറ്റുള്ളവരായിട്ടുള്ള പരിചയമൊന്നും ഇല്ലല്ലോ അല്ലേ. അപ്പോൾ ആ ഗ്രാമത്തിൻ്റെ പുറത്ത് ഒരു ചെറിയൊരു വീട് പോലെ അല്ലെങ്കിൽ ഒരു ഇതിട്ടിട്ട് അവിടെ താമസിച്ചിട്ട് വീട്ടിൽ നിന്ന് ഭക്ഷണം വരാൻ തുടങ്ങും. വീട്ടുകാരായിട്ട് ബന്ധമില്ലെങ്കിലും വീട്ടിൽ നിന്ന് ഭക്ഷണം സ്വീകരിക്കാൻ തുടങ്ങും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹം ശീല പ്രഭുപാദാണ് ഇത് എഴുതുന്നത്, ഞാൻ പറയുന്നത് ആക്ച്വലി സെയിം. അപ്പോൾ ശീല പ്രഭുപാദ അത് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ ഹി ഹാസ് ടു തിങ്ക്, ഞാൻ എന്തായാലും വീട്ടിൽ നിന്ന് പുറത്തായി, ഇനിയും വീട്ടിൽ നിന്ന് വാങ്ങിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് മറ്റേ വീട്ടുകളിൽ പോയി ഭിക്ഷാന്തേഹി മേടിച്ച് അതനുസരിച്ചിട്ട് വേണം അദ്ദേഹം ജീവിക്കേണ്ടത്. അതെന്താണ്? ബഹുദക്ക, മറ്റേ അവിടെ എല്ലാം പോയി ഭിക്ഷ നേടിയിട്ട് വേണം തൻ്റെ ജീവിതം. പോയി 8:30 എൻ്റെ അടുത്ത് 8:30 മണിക്ക് നിർത്താൻ പറഞ്ഞു. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശില പ്രഭുപാദ പറയുന്നത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാൾ ചിന്തിക്കണം, എന്ത്, ഞാൻ എല്ലാവരിൽ നിന്നും ഇപ്പോഴും വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി യു ഷുഡ് സ്റ്റാർട്ട് ഡിപ്പെൻഡിങ് ഫസ്റ്റ് ഓഫ് ഓൾ സൊസൈറ്റി അല്ലെങ്കിൽ തൻ്റെ ഇതിൻ്റെ മുകളിൽ ഡിപ്പെൻഡൻസി വിട്ടിട്ട് എന്തിൽ ഡിപ്പെൻഡ് ആവാൻ തുടങ്ങണം ഒരു വ്യക്തി? ഭഗവാനിൽ 100% ഡിപ്പെൻഡൻസി ആവാൻ തുടങ്ങണം. ദാറ്റ്സ് ഹൗ യു വിൽ റൈസ് ഇൻ സ്പിരിച്വൽ. ആക്ച്വലി completely, the more you depend on Krishna, the more you will rise in Krishna consciousness. The more you depend on material facilities, material aspects, the less you are actually in Krishna consciousness. To depend on material activity, ശരി, നമ്മൾ ഭൗതിക കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഡിപ്പെൻഡ് ആയി കഴിഞ്ഞിട്ട് ഭഗവാനിൽ പോകുന്നത് ഇസ് സ്റ്റാർട്ടിങ് സ്റ്റേജ് ആണ്. ബട്ട് ദാറ്റ് ഈസ് അതല്ല സ്പിരിച്വലിൻ്റെ, അതല്ല കണ്ടിന്യൂയിങ് സ്റ്റേജ്, അതല്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചെറിയ കുട്ടീനെ ആദ്യം നമ്മൾ സ്കൂളിൽ പറഞ്ഞു വിടാൻ നിൽക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലും പോകുന്ന മുമ്പിൽ എവിടെ വിടും നമ്മൾ? ക്രഷ്, പ്ലേ സ്കൂള്, അവിടെ എന്തെങ്കിലും പഠിപ്പിക്കുമോ? കാര്യമായിട്ടൊന്നും പഠിപ്പിക്കൊന്നുമില്ല. എന്ത് ചെയ്യും? കളിപ്പിച്ച് ആദ്യം പിള്ളേരെ ഒന്ന് സ്കൂളിൽ, അതായത് അച്ഛനമ്മയിൽ നിന്ന് മാറി ഒരു സ്ഥലത്ത് വരണം, മറ്റുള്ളവരായിട്ട് നിൽക്കണം, ടീച്ചർ പറഞ്ഞു തരും, അത് കേൾക്കണം, അത് പഠിക്കണം, അത് നോക്കണം, അത് ചെയ്യണം, കുറച്ചൊക്കെ ഹോംവർക്ക് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കളിയും ചിരിയും ഒക്കെ ആയിട്ടാണ് പഠിത്തം തുടങ്ങുന്നത്. 10 വർഷം കഴിഞ്ഞാലോ അത് കഴിഞ്ഞാൽ അതേ ഭാവമാണ് സ്കൂളിൽ. അതൊക്കെ കഴിഞ്ഞു. ഇനി സ്ട്രിക്റ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് എന്ന് പറയുന്ന മാതിരി തന്നെയാണ് സ്പിരിച്വൽ ലൈഫിൽ സ്റ്റാർട്ടിങ് വരുമ്പോൾ പ്രസാദം അതും ഇതും കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ടൈം പാസ്, കറങ്ങി നടക്കുക, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് നിൽക്കാൻ. ദിസ് ഇസ് ലൈക്ക് ടു വരാൻ വേണ്ടിയിട്ട്. ബട്ട് അറ്റ്ലീസ്റ്റ് ദീക്ഷ എടുത്തു കഴിഞ്ഞാൽ വൺ ഹാസ് ടു ബിക്കം പ്രിറ്റി മച്ച് സീരിയസ് ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ്. പിന്നെ വീണ്ടും അന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമ്മൾ അതിന് തന്നെയാണ് നമ്മൾ അമ്പലത്തിന് നമ്മൾ നോക്കി നടക്കുന്നത്. നമുക്കൊരു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 പേരെ കാണുന്ന കുറച്ച് നേരം സംസാരിക്കാം. നമുക്ക് നിങ്ങളൊരു അസോസിയേഷൻ വേണം, വന്നു കഴിച്ചു നിന്നു പോയി എന്ന് പറയുന്നത് ഇപ്പോഴും ചെറിയ കുട്ടി സ്കൂളിൽ വന്നിട്ട് പോകുന്ന മാതിരി ഒരു സിറ്റുവേഷനാണ്. റേസ് ആവണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു യു ഹാവ് ടു ടേക്ക് റിസ്ക് ഇൻ സ്പ്രെഡിങ് കൃഷ്ണ കോൺഷ്യസ്നസ്. എത്രത്തോളം നമ്മൾ റിസ്ക് എടുത്ത് ഭഗവാന്റെ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നു, അത്രത്തോളം ആ വ്യക്തി കൃഷ്ണബോധത്തിൽ ഉയരും. അപ്പൊ ബഹുദക്ക കഴിഞ്ഞ് കഴിഞ്ഞാൽ ബഹുദക്ക ആവുമ്പോൾ കുട്ടിച്ചക്ക ആവുമ്പോൾ അയാൾ കുറച്ച് പോയി മാറി നിന്ന് വീട്ടിൽ നിന്ന്. പക്ഷേ വീട്ടിൽ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇപ്പോഴും ആശ്രയമുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതും വേണ്ട, വീട്ടിൽ നിന്നും ഒന്നും അക്സെപ്റ്റ് ചെയ്യില്ല, മറ്റേ വീട്ടിൽ പോയിട്ട്
ഭിക്ഷാന്തേഹി എടുക്കാൻ തുടങ്ങും. റൈറ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശില പ്രഭുപാദ അദ്ദേഹം ചിന്തിക്കണം, എന്ത് ചിന്തിക്കണം? ഞാൻ എപ്പോഴും വാങ്ങിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്, ആ സ്കൂളിൽ വരുന്ന ആ ഒരു റൈറ്റ്, ആ ഒരു മെന്റാലിറ്റി മാറി ദേ ഷുഡ് റൈസ് ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ്. റൈറ്റ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യാൻ തുടങ്ങും? ആ നാടേ വിട്ട് പോകും, മറ്റ് നാടുകളായിട്ട് പോകാൻ തുടങ്ങും. വെറുതെ സ്വീകരിക്കുക എന്നുള്ളതല്ല, അയാൾ ബാക്കി സമയമൊക്കെ എന്ത് ചെയ്യണം? കുട്ടിച്ചാക്ക സ്റ്റേജിലൊക്കെ വരുമ്പോൾ, വാനപ്രസ്ഥം സ്റ്റേജിൽ വരുമ്പോൾ തന്നെ he should start reading and practicing Krishna consciousness. അത് ഗൃഹസ്ഥാസിലുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ എന്ത് ചെയ്യിക്കണം? എൻകറേജ് ചെയ്യിക്കണം, അവരും വാനപ്രസ്ഥം സ്വീകരിക്കാൻ വേണ്ടിയിട്ട്. അവരെ എൻകറേജ് ചെയ്താലേ അവർക്ക് മനസ്സിലാവുള്ളൂ ഇറ്റ് ഇസ് സോ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞത്. സോ he should start giving back. അദ്ദേഹം തിരിച്ചു കൊടുക്കാൻ തുടങ്ങണം, അവർക്ക് പറഞ്ഞ് ഉപദേശിക്കാൻ തുടങ്ങണം, അല്ലേ? അങ്ങനെ നാടായിട്ട് പോകുന്നതാണ് പരിവ്രിക്കാചാര്യ എന്ന് പറയുന്നത്. റൈറ്റ്. അത് കഴിഞ്ഞിട്ടാണ് പരമഹംസ എന്നുള്ള സ്റ്റേജ്. റൈറ്റ്. ആ സ്റ്റേജിൽ ഭൗതികമായിട്ടുള്ളത് നേരത്തെ പറഞ്ഞ മാതിരി ഇനിയിപ്പോ മറ്റേ അറ്റാച്ച്മെന്റോ അതോ ഇതോ, ഇനിയിപ്പോ ഈ പറഞ്ഞ മാതിരി പരമഹംസ സ്റ്റേജില് ഈ ബ്രഹ്മാനന്ദിയും പ്രേമാനന്ദിയും ബ്രഹ്മാനന്ദീസിനും ഈ സെയിം സിസ്റ്റം തന്നെയാണ് ശില പ്രഭുപാദ പറയുന്നത്. അവർക്കും സെയിം സിസ്റ്റം തന്നെയാണ്. ബട്ട് അവരെന്താവും? അവരത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബ്രഹ്മത്തിൽ ലയിക്കണം എന്നുള്ളൊരു ഭാവത്തിലോട്ട് പോകും. റൈറ്റ്. അപ്പോ പരമഹംസസ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ പറഞ്ഞ മിശ്രഭക്തി എല്ലാം കളഞ്ഞ് they should start accepting only pure ഭക്തി. ഭക്തിക്ക് വേണ്ടിയിട്ട് എന്തെല്ലാം ഉണ്ടോ അനുകൂലമായിട്ടുള്ളത് മാത്രം ചെയ്തും പ്രതികൂലമായിട്ടുള്ളതെല്ലാം റിജക്ട് ചെയ്യാനും തുടങ്ങണം. 100% പ്യുവർ ഭക്തിക്ക് മാത്രമായിട്ട് മുൻതൂക്കം കൊടുക്കുന്നത്. അത് ഏത് സ്റ്റേജിലാണ് പറയുന്നത്? പരമഹംസ സ്റ്റേജിൽ എത്തുമ്പോൾ. അപ്പൊ ശീല പ്രഭുപാദ പറയുന്നുണ്ട്, എൻ്റെ ശിഷ്യന്മാര് എല്ലാവരും എന്തായി മാറണം? പരമഹംസമാവണം എന്നുള്ളത് ശീല പ്രഭുപാദ പറയുന്നുണ്ട്. സോ നമുക്ക് തുടക്കം തന്നെ ബീയിങ് ഇൻ ഗൃഹസ്ഥ ഇറ്റ്സെൽഫ്, അതുകൊണ്ടാണ് ശീല പ്രഭുപാദ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ വാനപ്രസ്ഥം വരയ്ക്കും മധ്യം കർമ്മസന്യാസം എടുക്കേണ്ട കാര്യമില്ല. ബട്ട് ഈ പറഞ്ഞ സ്റ്റേജസ് വി ഹാവ് ടു പ്രാക്ടിക്കലി ഗോ ത്രൂ. ഏത് വാനപ്രസ്ഥമായാലും ശരി, പരിവ്രിക്കാചാര്യായാലും ശരി, പരമഹംസ സ്റ്റേജ് എന്നുള്ള സ്റ്റേജിലും നമ്മൾ എത്തണം. അതായത് ഈ നേരത്തെ പറഞ്ഞതെല്ലാം അതേ ലൈഫ് സ്റ്റൈലില് ദേ ഹാവ് ടു പ്രാക്ടീസ്. റൈറ്റ്. അപ്പോ ഈ നേരത്തെ പറഞ്ഞ മാതിരി ഈ പരമഹംസ എന്ന് പറയുന്നത് ശില പ്രഭുപാദ ലാസ്റ്റിൽ എഴുതുന്നുണ്ട്. ഇംഗ്ലീഷിൽ നിനക്കറിയാം, മലയാളത്തിൽ ആരെങ്കിലും വായിക്കായിരുന്നു. ബട്ട് ഇംഗ്ലീഷിൽ ശില പ്രഭുപാദ എഴുതിയിരിക്കുന്നത് റിയലൈസേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ പാരറ്റ് ലൈക്ക് ചാന്റിങ്. ദിസ് ഈസ് പരിവ്രിക്കാചാര്യ. റിയലൈസേഷൻ ഉണ്ടാവണം. സോ തത്ത പറയുന്ന മാതിരി നമ്മൾ കുറെ നേരം മാല എടുത്തിരുന്ന് അഫ്കോഴ്സ് ഇവിടെ പറയുന്നത് വേദിക് മന്ത്രനെ ചാൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കൊണ്ടാരണമല്ല. യു മസ്റ്റ് ട്രൈ ആൻഡ് പ്രീച്ച്. ദാറ്റ്സ് വൈ പരിവ്രിക്കാചാര്യ സ്റ്റേജ് എന്ന് പറയുന്നത് ഹയർ ആണ്. ബ്രാഹ്മണനെക്കാട്ടിലും ഹയർ ആണ് സന്യാസം എന്നുള്ള സ്റ്റേജ്. സന്യാസത്തിലും ഈ 4 സ്റ്റേജിന്റെ പരമഹംസ സ്റ്റേജിൽ എത്തണം. അതിൽ പരിവ്രിക്കാചാര്യ സ്റ്റേജിൽ നമ്മൾ ഉണ്ടാവുമ്പോൾ വി ഹാവ് ടു പ്രീച്ച്. അഫ്കോഴ്സ് പരമഹംസ സ്റ്റേജിൽ ഉണ്ടാവുമ്പോഴും ചില പ്രഭുപാദ എഴുതുന്നു. ദെൻ അദ്ദേഹം ഒരു സ്ഥലത്ത് മാത്രം ഇരുന്ന് മറ്റുള്ളവരെ എൻകറേജ് ചെയ്തിട്ട് അവരെ കൊണ്ട് പ്രീച്ച് ചെയ്യിക്കണം. ദാറ്റ് ഈസ് പരമഹംസ സ്റ്റേജ് എന്ന് പറയുന്നത്. മേ ബി ബൈ ഏജ് വൈസും ഹി വിൽ ബി മെച്ചോർഡ് ഏജിലാവും, കൂടുതൽ യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജ് ആവും. ബട്ട് നെവർദലെസ് കംപ്ലീറ്റ്ലി വാട്ട് ഈസ്, എന്താണോ ശുദ്ധഭക്തിക്ക് എന്താണോ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണോ അത് അവര് ആ സ്റ്റേജിൽ അറ്റൈൻ ചെയ്തിരിക്കണം. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മൾ ഈ ഒരു നമ്മൾ നമ്മൾ നേരിട്ട് തിങ്ക് ചെയ്യണമെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ വർക്ക് ചെയ്യാണ്, ഇനിയിപ്പോൾ വാനപ്രസ്ഥം എടുക്കണോ സന്യാസം എടുക്കണോ, വീടെല്ലാം ഒഴിഞ്ഞു പോയി പരിവ്രിക്കാചാര്യ ആവണോ, സന്യാസം, ഇതെല്ലാം എവിടെ എത്തും? ഇതൊക്കെ നമുക്ക് എന്താ പറയണേ, ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു എന്താ പറയുക സ്റ്റോറി മാറി നമുക്ക് ഫീൽ ആവും. റൈറ്റ്. ബട്ട്
അഗെയിൻ നമുക്ക് ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന സിസ്റ്റം ഇസ് സോ നൈസ്, സോ ബ്യൂട്ടിഫുള്ളി നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ദറ്റ് വി ഹാവ്, നമ്മൾ സിംപ്ലി സാധന ഭക്തിനെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. What is in Paramahamsa stage and Parivrikacharya stage is actually for Bhava Bhakti and Prema Bhakti stage. നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്റ്റേജ് സാധന ഭക്തി. അത് കഴിഞ്ഞ് സാധന ഭക്തിയിൽ എന്താണ് വൈദികം, പിന്നെ രാഗാനുഗ സ്റ്റേജ്. റൈറ്റ്. സോ വൈദ്യ ഭക്തിയും രാഗാനുഗ സ്റ്റേജും നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുമോ? ദാറ്റ് ഈസ് 100% പോസിബിൾ. നേരത്തെ പറഞ്ഞ മാതിരി ഈ പരിവൃക്കാചാര്യ ആവാൻ പറ്റുമോ, സന്യാസി ആവാൻ പറ്റുമോ, ഈ സ്റ്റേജിൽ എത്താൻ പറ്റുമോ, ആ സ്റ്റേജിൽ എത്താൻ പറ്റുമോ എന്നൊക്കെ പറയുന്നതെല്ലാം മേ ബി ഇറ്റ് ലുക്സ് ഫോർ എസ് ടു മച്ച്. ഈ പറഞ്ഞ മാതിരി LKG പഠിക്കുന്ന ഒരു കുട്ടി അപ്പം എഴുതാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഈ സർജനെ പോലെ ഓപ്പറേഷൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ബട്ട് ആ കുട്ടിക്ക് ആ സ്റ്റേജിൽ എന്ത് ചെയ്യാൻ പറ്റും? അന്ന് സ്കൂളിൽ എന്ത് പഠിപ്പിച്ചോ അത് മര്യാദയ്ക്ക് പഠിച്ചിട്ട് പാസ്സായി അടുത്ത സ്റ്റേജിലോട്ട് പോകാനുള്ള പരിശ്രമം തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. റൈറ്റ്. പക്ഷേ കണ്ടിന്യൂസ് ആയിട്ട് ഇനിയും ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ തന്നെ കുട്ടി 10 വർഷം കഴിഞ്ഞാലും ഫസ്റ്റ് സ്റ്റാൻഡേർഡിൽ തന്നെ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാമേജിങ് സിറ്റുവേഷൻ ആണ്. റൈറ്റ്. അപ്പോൾ ആ ഒരു സെൽഫ്, അതാണ് രാഗാനുഗ. അതായത് സാധന ഭക്തി നമുക്ക് ഓൾറെഡി അറിയാം, വളരെ ക്ലിയർ ആയിട്ട് അറിയാം. നമുക്ക് ആചാര്യന്മാർ, ഗുരു എല്ലാവരും പറഞ്ഞത് സാധനാ ഭക്തി എന്താണെന്ന് പറഞ്ഞിട്ട് ആ സാധനാ ഭക്തി നന്നായിട്ട് ഫോളോ ചെയ്യുക. റൈറ്റ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ രാഗാനുഗ സ്റ്റേജിൽ എത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കുക. അവിടെ നിന്ന് ഭാവഭക്തിയിലോട്ട് ഇസ് നോട്ട് എ ബിഗ് ഡിസ്റ്റൻസ് ടു കവർ. ബട്ട് നോർമൽ സ്റ്റേജിൽ നിന്ന് നേരത്തെ പറഞ്ഞ ഒരു കുട്ടി പഠിക്കാൻ തുടങ്ങാൻ വേണ്ടി എങ്ങനെയോലൊക്കെ കുട്ടി പഠിക്കാൻ തുടങ്ങാൻ വേണ്ടിയിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ ഒരിക്കൽ കുട്ടി പഠിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാലോ പിന്നെ ഓരോരോ എക്സാമായി എഴുതി 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 അങ്ങോട്ട് പോയിക്കോളും. അല്ല എന്ന് പറയുന്ന മാതിരി ആ രാഗാനുഗ സ്റ്റേജ് വരെയെങ്കിലും നമ്മൾ എത്താൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം. രാഗാനുഗ ഭക്തിയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഭാവഭക്തിയും പ്രേമഭക്തിയും ഈ പറഞ്ഞ മാതിരി ആ ഒരു ഓൾറെഡി വന്നു കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ അകത്ത് ഈ ട്രെയിനിങ് വന്നു കഴിഞ്ഞു, ദെൻ ഹി ക്യാൻ കണ്ടിന്യൂ. റൈറ്റ്. എനിവേ, പോയിന്റ് ഇസ് പരിവൃക്കാചാര്യ is a higher position than normal practicing anything normal. So ബ്രാഹ്മണ എന്ന് പറയുന്നത് ഓക്കെ ഒരു സ്റ്റേജിൽ നമ്മൾ ഇവിടെ നോക്കുന്നത് നേരത്തെ പറഞ്ഞ മാതിരി സ്പിരിച്വൽ ലൈഫിൽ സീരിയസ് ആവാണ്ട് ജസ്റ്റ് എന്താ പറയുക നമ്മുടെ കാര്യങ്ങളൊക്കെ നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് ഭൗതിക കാര്യങ്ങൾ നടന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത് ആ ഒരു റിലീജിയസ് ലൈഫ് ഇസ് നോട്ട് സ്പിരിച്വൽ ലൈഫ്. അതിൽ വി ഹാവ് ടു അഡ്വാൻസ് ആവണമെന്നുണ്ടെങ്കിൽ സാധനാ ഭക്തിനെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുക. 16 റൗണ്ട് 16 റൗണ്ട്സ്, മംഗളാരതി മംഗളാരതി, DT സർവീസ് എല്ലാ ദിവസവും നിത്യം ഭാഗവത സേവയാണ്. ദർ ഈസ് നോ സെക്കൻഡ് ഡൗട്ട്. എല്ലാ ദിവസവും മിനിമം 1 hour എങ്കിലും നമ്മൾ ഗ്രന്ഥം വായിക്കണം. എല്ലാ ദിവസവും 1 hour എങ്കിലും നമ്മൾ ശീല പ്രഭുപാദയുടെ ഫസ്റ്റ് നേരത്തെ ഇന്നാൾ ഈ സേലത്തിൽ നിന്ന് വന്ന പ്രഭു വളരെ ക്ലിയർ ആയിട്ട് അത് 2-3 തവണ എടുത്തെടുത്ത് പറഞ്ഞു. ദിസ് ആക്ച്വലി ഗുരു മഹാരാജ് പറഞ്ഞിട്ടുള്ള സെയിം ഓൾ ശീല പ്രഭു. ഓഫ്കോഴ്സ് യു ആർ റിപ്പീറ്റിംഗ് ദ സെയിം തിങ്. ശീല പ്രഭുപാദയുടെ ലെക്ചേഴ്സ് കേൾക്കുക, ഗുരുവിടെ ലെക്ചേഴ്സ് കേൾക്കുക, പിന്നെ മറ്റു ആചാര്യന്മാരുടെ ലെക്ചേഴ്സ് കേൾക്കുക, വൈഷ്ണവരെ സേവിക്കുക, ഭക്തന്മാരെ സേവിക്കുക. റൈറ്റ്. ഇതെല്ലാം സാധനാ ഭക്തിയാണ്. ഇത് നമ്മൾ തന്നെ നോക്കണം. എല്ലാ ദിവസവും എനിക്ക് വായിക്കാൻ പറ്റുമോ, സേവ ചെയ്യാൻ പറ്റുമോ, ചാൻറ്റിങ് ഓഫ് കോഴ്സ്. ബട്ട് ഈ പറഞ്ഞ മാതിരി രാവിലെ തൊട്ട് രാത്രി വരെ ചാൻറ്റിങ്ങിലേ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കി ഒന്നിനും തന്നെ ചെയ്യാൻ പറ്റില്ല. 16 മാലയെ കഴിഞ്ഞില്ല പിന്നെ ഇവിടെ റൈറ്റ് എന്നുള്ളൊരു സ്റ്റേജിൽ നമ്മൾ ഉണ്ടാവാൻ പാടില്ല. വി ഹാവ് ടു റേസ് ഫ്രം ദറ്റ് സ്റ്റേജ്. റൈറ്റ്. അങ്ങനെ ചെയ്തു വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വൺ വിൽ എഫേർട്ട്ലെസ് ആയിട്ട് രാഗാനുഗ ഭക്തിയിലോട്ട് പോകാൻ പറ്റും. സാധന ഭക്തി ഈസ് ലിറ്റിൽ ബിറ്റ് ഡിഫിക്കൽട്ട് തന്നെയാണ്. ബട്ട്
ഒബ്വിയസ്ലി യു ഹാവ് ടു പ്രാക്ടീസ് ഇറ്റ്. ദർ ഇസ് നോ ക്വസ്റ്റ്യൻ ഇൻ ദാറ്റ്. അത് നമ്മൾ പ്രാക്ടീസ് ചെയ്തേ പറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആധാന ഭക്തിയിൽ നിന്ന് പിന്നെ ഭാവം പ്രേമ ഈസ് ഒരു ആ കറണ്ടിൽ തന്നെ അതങ്ങോട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കും. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. ഇന്നത്തെ ഭാഗവതം ക്ലാസ് നമുക്ക് പ്രത്യേകിച്ച് ഒന്നാം